നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്കുള്ള ഒരു സന്ദേശമാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾ കാണാനിടയായത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഈ ഒരു കാര്യം കൊണ്ട് തന്നെയാണ്. അപ്പോൾ എന്താണ് ആ സന്ദേശം എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നിങ്ങളിൽ പലരുടെയും ജീവിതത്തിൽ നിങ്ങൾക്കൊരു സന്തോഷമുണ്ടാകുന്നത് കാണാനായിട്ട് ആഗ്രഹിക്കാത്ത, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഉയർച്ച ഉണ്ടാകുന്നതിൽ വളരെയധികം അസൂയപ്പെടുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നതാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം. ഇവിടെ ഒരു സ്ത്രീയുടെ എനർജിയാണ് കാണുന്നത്. ഈ ഒരു റീഡിങ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഈ ഒരു സാഹചര്യമുണ്ട് എന്നല്ല, എങ്കിലും നിങ്ങളിൽ ചില ആളുകൾക്ക് ഇത്തരമൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടെന്നതാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു സ്ത്രീ ആരാണെന്ന് നിങ്ങൾക്ക് സ്വയം ബോധ്യമുള്ള കാര്യമായിരിക്കാം. അവർ നിങ്ങളുടെ കൺമുന്നിലുള്ള ആളായിരിക്കാം. നിങ്ങളോടുള്ള അവരുടെ ആ ഒരു സമീപനം എന്താണെന്നുള്ളത് നിങ്ങൾ സ്വയം കണ്ടറിയുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു സ്ത്രീക്ക് നിങ്ങളുടെ മേലെ വളരെയധികം അസൂയ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതായത് അവർക്കുള്ളതിനേക്കാൾ എന്തെങ്കിലും നിങ്ങൾക്കുണ്ടായാൽ അതവരിൽ വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടാക്കാറുണ്ട്. നിങ്ങൾ എപ്പോഴും അവർക്ക് താഴെ തന്നെ നിൽക്കണമെന്നുള്ള ഒരു മനോഭാവമാണ് അവരിലുള്ളത്. അപ്പോൾ ഇവിടെ ഈ ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് തീർച്ചയായിട്ടും അവരുടെ പിടിയിൽ നിന്നും അവരുടെ അസൂയ നിറഞ്ഞ നോട്ടത്തിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടും. കാരണം പ്രപഞ്ചം നിങ്ങളുടെ നന്മ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളോടുള്ള അവരുടെ മനോഭാവത്തിൽ പ്രപഞ്ചം തന്നെ മാറ്റം കൊണ്ടു നൽകി അവരിൽ നിന്നും നിങ്ങളെ മോചിപ്പിക്കും എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ ഈ ഒരു സമയം നിങ്ങളിലേക്ക് വിജയം വന്നെത്തുന്ന ഒരു സാഹചര്യവും കാണുന്നുണ്ട്. അതായത് ഈ ഒരു സമയം നിങ്ങൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിലും നിങ്ങൾക്കൊരു വിജയം കണ്ടെത്താനായിട്ട് കഴിയും എന്നുള്ളതാണ്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പരിശ്രമിച്ച് അതിൻ്റെ ഒരു വിജയത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിങ്ങൾക്കൊരു വിജയം വന്നു ചേരുന്നുണ്ട്. കൂടാതെ നിങ്ങളിൽ പലരും ഈ ഒരു സമയം ഒരു അമിതഭാരം അല്ലെങ്കിൽ കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഒരുപക്ഷെ മറ്റുള്ളവർ ചെയ്യേണ്ട ജോലിയും നിങ്ങൾ ഏറ്റെടുക്കേണ്ട ഒരു അവസ്ഥയാണ് നിങ്ങൾക്കിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ഉത്തരവാദിത്വം പലർക്കും വന്നു ചേർന്നിട്ടുള്ളതായിട്ടും കാണുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് വളരെയധികം ക്ഷീണം അനുഭവപ്പെടുന്നുണ്ട്. അതിൽ നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഈ സമയം വന്നു ചേർന്നിട്ടുള്ള ഉത്തരവാദിത്വങ്ങളിലും ജോലികളിലും നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങളെ മാത്രം ചെയ്യുക. അല്ലാത്തവയെ നിങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുന്ന കാര്യങ്ങളെ മാത്രം ചെയ്യുക. അല്ലാത്തവയെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. കൂടാതെ ഇവിടെ നിങ്ങളിൽ ചില ആളുകൾ വളരെ ബുദ്ധിപൂർവം പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളതെന്ന് കാണുന്നുണ്ട്. അതായത് നിങ്ങൾ എന്ത് കാര്യം ചെയ്യുന്നതിനും പറയുന്നതിനും മുൻപായിട്ട് അവയെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാനും ആ ഒരു കാര്യത്തെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കാനും ശ്രമിക്കുക എന്നുള്ളതാണ്. അല്ലാത്ത പക്ഷം നിങ്ങൾ ചതിക്കുഴികളിൽ പോയി വീഴാൻ അല്ലെങ്കിൽ പരാജയങ്ങൾ ഏറ്റുവാങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുന്നേയും വീണ്ടും വീണ്ടും ആലോചിച്ചതിന് ശേഷം മാത്രം ഒരു തീരുമാനമെടുക്കുക എന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾക്ക് ചെയ്തു തീർക്കേണ്ട ഏതോ ഒരു കാര്യത്തെക്കുറിച്ച് അമിതമായിട്ട് ചിന്തിച്ച് ആശങ്കപ്പെടുന്ന ഒരു സ്വഭാവവും കാണുന്നുണ്ട്. ആ ഒരു എനർജിയും കാണുന്നുണ്ട്. അതായത് എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കാനുണ്ട് അല്ലെങ്കിൽ ലഭിക്കാനായിട്ടുണ്ട്, അതിനെക്കുറിച്ചാണ് നിങ്ങൾ കൂടുതൽ സമയവും ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങൾക്കത് ലഭിക്കുമോ അല്ലെങ്കിൽ ആ ഒരു കാര്യം ചെയ്ത് തീർക്കാൻ സാധിക്കുമോ എന്ന് നിങ്ങൾ അമിതമായിട്ട് ചിന്തിച്ച് ആശങ്കപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്കത് സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. അതായത് നിങ്ങളുടെ ആഗ്രഹമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യമാണ് എന്നുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കാനായിട്ട് നിങ്ങളെ കൊണ്ട് കഴിയും. അതിനെക്കുറിച്ച് അമിതമായിട്ട് നിങ്ങൾ ചിന്തിച്ച് ആശങ്കപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് എടുത്തു പറയാനുള്ള കാര്യം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്തു തീർക്കാനായിട്ടുള്ള കാര്യങ്ങൾ ഒരു തടസ്സവും കൂടാതെ വളരെ മനോഹരമായിട്ട് പൂർത്തിയാക്കാനായിട്ട് നിങ്ങളെ കൊണ്ട് കഴിയും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്.
കൂടാതെ നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾ വളരെയധികം വിശ്വാസം അർപ്പിക്കുക എന്നുള്ളതാണ് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത്. അതായത് ഒരുപാട് കഴിവുകളുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിലെ ആ കഴിവുകളെ തിരിച്ചറിയാനും അതിനെ പ്രയോജനപ്പെടുത്താനും നിങ്ങൾ ശ്രമിക്കുക എന്നതാണ്. കൂടാതെ ഒരു പ്രതികൂല സാഹചര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ നിൽക്കുന്ന ആളുകളെ കാണുന്നുണ്ട്. എന്നാൽ ഇവിടെ നിങ്ങളിലേക്കൊരു വ്യക്തത വന്നു ചേരുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അതായത് നിങ്ങളിൽ പലരും നിങ്ങളുടെ ജോലിയിലോ ബിസിനസ്സിലോ സൗഹൃദങ്ങളിലോ അതേപോലെ തന്നെ നിങ്ങളുടെ പ്രണയബന്ധത്തിലോ അങ്ങനെ എന്തോ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വ്യക്തത കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാളായിരിക്കും. എന്നാൽ ഒരു വ്യക്തത നിങ്ങൾക്ക് കിട്ടാത്തത് മൂലം അവിടെ ശരിയായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു വ്യക്തത കിട്ടുന്നതും അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ ജീവിതം ഒരു ഉയർച്ചയിലേക്ക് പോകുന്നതുമായിട്ടാണ് കാണിക്കുന്നത്. അതായത് അത്തരത്തിലുള്ള ഒരു എനർജിയാണ് നിങ്ങളിലേക്ക് വന്നു ചേരാനായിട്ട് പോകുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു വ്യക്തതയ്ക്കായിട്ട് കാത്തിരിക്കുന്ന കാര്യം നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചതുപോലെ തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരുവാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതിനെല്ലാത്തിനും തന്നെ ദൈവാനുഗ്രഹം വേണം. ദൈവാനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് നിങ്ങൾക്കിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള സമാധാനവും സന്തോഷവും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഒരു വിജയവും നിങ്ങളെ തേടി വരുന്നതായിരിക്കും. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് നിങ്ങളിപ്പോൾ എത്തിച്ചേരുന്നത്. ഇനി ആരോഗ്യപരമായിട്ടുള്ള ഒരു പുരോഗതിയും ഈ ഒരു സമയം നിങ്ങൾക്കുണ്ടാകുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിനും മറ്റുള്ളവരിൽ നിന്ന് അംഗീകാരം, പ്രശംസ ഇവയൊക്കെ കിട്ടുന്നതാണ്. ആരോഗ്യത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ, രോഗദുരിതങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സാമ്പത്തിക നഷ്ടം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം തന്നെ ചെറുതാണെങ്കിലും ഒരു പരിഹാരം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും നിങ്ങളിലുള്ള ഒരു ദൈവാനുഗ്രഹത്തിൻ്റെ ശക്തി കൂടെ നിങ്ങൾക്ക് കൂട്ടായിട്ടുണ്ടാകും. ഏതൊരു സാഹചര്യവും നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കാൻ ആ ഒരു അനുഗ്രഹം അല്ലെങ്കിൽ ആ ഒരു കടാക്ഷം നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ നല്ല ഒരു വ്യക്തിത്വത്തിന് ഉടമയാണെങ്കിൽ, അതായത് മറ്റുള്ളവർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ഒരു ഫലം ഉടനെ തന്നെ നിങ്ങളെ തേടി വരുന്നതായിരിക്കും. അല്ലെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഫലം ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കൂടാതെ പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾക്കൊക്കെ വേണ്ടി നിങ്ങളിൽ പല ആളുകളും ഇപ്പോൾ തുടക്കം കുറിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു സംരംഭത്തിന് ഒരു പുരോഗതി ഉണ്ടാകുന്നുണ്ടോ എന്ന് പലപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. ആരായാലും പുതിയതായിട്ടൊരു പദ്ധതികൾ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ വളരെയധികം ആശങ്കപ്പെടാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള നിങ്ങളുടെ ആ ഒരു എനർജി മുന്നോട്ടുള്ള നിങ്ങളുടെ വളർച്ചയ്ക്ക് തീർച്ചയായിട്ടും സഹായകമാകും എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിലുള്ള വാർത്തകളൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ചില വാർത്തകളൊക്കെ നിങ്ങളെ തേടി വരുന്ന ഒരു സമയമാണ് നിങ്ങളിലേക്ക് വന്നു ചേരാനായിട്ട് പോകുന്നത്. അതേപോലെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങൾ പാതി വഴിയിൽ നിർത്തിവച്ചിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും നിങ്ങൾക്ക് തുടങ്ങുന്നതായിട്ടും കാണുന്നുണ്ട്, അല്ലെങ്കിൽ തുടങ്ങാനായിട്ട് സാധിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അതൊക്കെയും തന്നെ വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന ഒരു സമയമാണ് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകാൻ പോകുന്നത്. ഇവിടെ നിങ്ങളിൽ പല ആളുകൾക്കും മറ്റുള്ളവർക്ക് വെളിച്ചം പകർന്നു കൊടുക്കാൻ പറ്റുന്ന ഒരു തലത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുമെന്നാണ് കാണുന്നത്. ഇനി ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും തീരുമാനങ്ങൾക്കൊക്കെ വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ കാത്തിരിക്കുന്ന തീരുമാനം വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കാനായിട്ട് ശ്രമിക്കുക. നല്ലത് മാത്രമേ നിങ്ങളിലേക്ക് ആ ഒരു ശക്തി നൽകാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ. അത് ശുദ്ധ മനസ്സോടുകൂടി എല്ലാ തരത്തിലുള്ള പ്രാർത്ഥനയോടും കൂടി ഏറ്റുവാങ്ങുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ
ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.